കല്യാണത്തിന്റെ മുൻപും പിൻപുമുള്ള അന്വേഷണങ്ങൾ, വിവാഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു തരും. പണം വാങ്ങിച്ച് നാട് വിട്ടുപോയ ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരും. നിയമപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കും. ഞങ്ങളുടെ ഈ സേവനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലഭ്യമാണ്. എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിരിക്കും. ബെഡ് റോക്ക് ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഫോൺ 7299909999. മോദി സർക്കാർ കോൺഗ്രസ് നയമാണ് പിന്തുടരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ RSS നിയന്ത്രണം കൊണ്ടുവരാനാണ് ശ്രമമെന്നും പിണറായി പട്ടാമ്പിയിൽ LDF റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSSന്റെ അജണ്ട നടപ്പാക്കുന്ന നരേന്ദ്രമോദിയും സംഘപരിവാറും ജർമ്മനിയെ മാതൃകയാക്കി ഹിറ്റ്ലറിന്റെ പാത പിന്തുടർന്ന് എതിരാളികളെ ഉന്മൂലനം ചെയ്യുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. പട്ടാമ്പിയിൽ LDF റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനേക ലക്ഷം മനുഷ്യരെയാണ് ഹിറ്റ്ലർ ഉന്മൂലനം ചെയ്തത്. ഇന്ത്യയെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കാൻ നിലകൊള്ളുന്ന BJP ആഭ്യന്തര ശത്രുക്കളായി കാണുന്നത് ന്യൂനപക്ഷങ്ങളെയാണ്. മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെയും മറ്റിടങ്ങളിൽ മുസ്ലിം ജനവിഭാഗത്തെയും നേരിട്ട രീതി നാം കണ്ടതാണ്. BJP കേവലമൊരു രാഷ്ട്രീയ പാർട്ടിയല്ലെന്ന് ഇതിനകം എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയും മതനിരപേക്ഷതയും ദേശീയോദ്ഗ്രഥനവും സ്വാതന്ത്ര്യമെല്ലാം നശിപ്പിച്ചുകൊണ്ട് മതാധിഷ്ഠിത രാജ്യമാക്കാനുള്ള ശ്രമത്തിലാണവർ. ജുഡീഷ്യറി ഉൾപ്പെടെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിലും RSS വൽക്കരണത്തിൻ്റെ പാതയിലാണ്. ഇതൊന്നും അവർ മറച്ചുവെക്കുന്നില്ല. എല്ലാം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓരോന്നും നടപ്പിലാക്കുന്നത്. പൗരത്വ ഭേദഗതിയും ഏക സിവിൽ കോഡുമെല്ലാം ഇതിൻ്റെ തുടർച്ചയാണ്. രാജ്യം ഇന്നെത്തി നിൽക്കുന്ന അപകടാവസ്ഥ ഏറെക്കുറെ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. മന്ത്രി MB രാജേഷ്, മുഹമ്മദ് മുഹസിൻ MLA, പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി A വിജയരാഘവൻ തുടങ്ങിയവരും കൺവെൻഷനിൽ സംസാരിച്ചു. രണ്ടാം UPA സർക്കാർ കോൺഗ്രസിൻ്റെ നയമാണ് നടപ്പാക്കിയത്. രണ്ടാളുടെ നയമാണ് നടപ്പാക്കിയതെന്ന് പറഞ്ഞാൽ ഈ നയങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ രണ്ട് നയവും ഒരേ നിലയാണ്, വ്യത്യാസമില്ല. അപ്പോൾ BJP കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയം തന്നെ കൂടുതൽ കർക്കശമായി നടപ്പാക്കുകയാണുണ്ടായത്. കാരണം രണ്ടു കൂട്ടരും അംഗീകരിച്ചിട്ടുള്ളത് ഒരേ സാമ്പത്തിക നയമാണ്. ഇതിൻ്റെ ദുരിതം പേറേണ്ടി വന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളാണ്. ഏറ്റവും വലിയ ദുരിതത്തിലേക്കാണ് ജനങ്ങളെ തള്ളിവിട്ടത്. അതോടൊപ്പം BJP സർക്കാർ ഇപ്പോൾ 2014 മുതൽ 2024 വരെ 10 വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലിരിക്കുകയാണ്. ഈ 10 വർഷക്കാലത്തെ അനുഭവം എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒട്ടേറെയുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയുടെ നെടുന്തൂണുകൾ എന്ന് വിശേഷിപ്പിക്കുന്നവയടക്കം നരേന്ദ്രമോദിയുടെ സർക്കാർ ദുർബലപ്പെടുത്തി എന്താണ് കാണാൻ കഴിയുക?